ഒരു സാധനമാണ്. ലാൽ സലാം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കതിലൊരു അസ്വാഭാവികതയില്ല. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്നെന്നോ ആ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചുള്ള ആഭ്യന്തര വിമർശനം ഉണ്ടെന്നോ ഉള്ള രീതിയിലൊന്നും അല്ല നമ്മളത് കാണുന്നത്. നമ്മളത് കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അവിടെ. ആ കമ്മ്യൂണിസ്റ്റ് മോഹൻലാൽ പറയുന്ന ചില ഡയലോഗുകൾക്കൊപ്പം നിൽക്കും, ചില സമയങ്ങളിൽ സേതുവിനൊപ്പം നിൽക്കും, ചില സമയത്ത് മുരളിയുടെ ക്യാരക്ടറിനൊപ്പം DKക്കൊപ്പം നിൽക്കും അല്ലേ. അതിൻ്റെ കാരണം എന്താ? ഇത് നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ്, നമുക്കത് സ്വീകാര്യമായതുകൊണ്ടാണ്. നമുക്കതിനകത്ത് പ്രശ്നത്തിങ് ആയിട്ട് വേറൊരു കാര്യം പറയാം. BJP എല്ലായിടത്തും വളർന്നു, കേരളത്തിൽ വളരുന്നില്ലല്ലോ എന്ന് ചോദിച്ചല്ലേ. CPM എല്ലായിടത്തും പോയി, കേരളത്തിൽ നിന്ന് പോകാത്ത എന്താ? സെയിം. അവിടെ അതിൻ്റെ മറുപടിയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ നിൽക്കുന്നു? അപ്പം രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ആൾക്കാർ പറയാം, ഞങ്ങൾ എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ തൂത്തെറിഞ്ഞ പ്രത്യയശാസ്ത്രത്തിനെ തലയിൽ ചുമന്ന് വെച്ചിരിക്കുന്നതും നമ്മൾ തന്നെ അല്ലേ. ആ വ്യത്യാസം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ ഒരു ലെഫ്റ്റിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന സാധനം സത്യത്തിൽ പ്രോസ്പർ ചെയ്യാത്തതെന്നാണ്.